പ്രവാസി നിക്ഷേപമാണ് കേരളത്തിലേക്കുള്ള പണമൊഴുക്കിന്റെ പ്രധാന ഉറവിടം. ഡോളറിനെതിരെ രൂപ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. ബാങ്ക് ബാലൻസ് ഷീറ്റുകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. പ്രവാസി നിക്ഷേപം 3 ലക്ഷം കോടി കവിയുമെന്നാണ് കേരള സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. 2025 മാർച്ചിലെ SLBC കണക്കുകൾ പ്രകാരം കേരളത്തിലെ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം 2.93 ലക്ഷം കോടിയാണ്. നിലവിലെ രീതിയിൽ പണമൊഴുക്ക് തുടർന്നാൽ പോലും 3 ലക്ഷം കോടി എന്ന മാർക്ക് പിന്നിടുമെന്നാണ് വിലയിരുത്തൽ. 2014 പ്രവാസി നിക്ഷേപം 1 ലക്ഷം കോടി എന്ന മൈൽ സ്റ്റോൺ കൈവരിച്ചത്. 2020 അത് ഇരട്ടിയായി. എന്നാൽ കോവിഡിന് ശേഷം ഈ പണമയപ്പ് വേഗം വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുർബലമായ രൂപയുടെ മൂല്യം, ഉയർന്ന ആഗോള വരുമാനം, പകർച്ചവ്യാധിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവ് എന്നിവ പ്രവാസി നിക്ഷേപങ്ങളെ സ്വാധീനിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 75 രൂപ റേഞ്ചിലായിരുന്നു. എന്നാൽ ഇന്നിത് 90 കഴിഞ്ഞിരിക്കുന്നു. അതായത് 5 വർഷം മുൻപ് ഒരു പ്രവാസി നാട്ടിലേക്ക് $1 അയച്ചാൽ 75 രൂപയായിരുന്നു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരുന്നത്. എന്നാൽ അതേ $1 ഇന്ന് അക്കൗണ്ടിൽ 90 രൂപയാകുന്നു. അതായത് $1 രൂപയിലേക്ക് മാറുമ്പോൾ ഒറ്റയടിക്ക് 15 രൂപയുടെ വർധന. പ്രവാസി നിക്ഷേപം വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന് നൽകുന്ന പിന്തുണ ചെറുതല്ല. ബാങ്കുകളിൽ കൂടുതൽ പണം എത്തുന്നത് ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. വായ്പാ ആവശ്യകത മെച്ചപ്പെട്ടാൽ ഭവന നിർമ്മാണം, ചെറുകിട ബിസിനസ്, ഉപഭോഗം എന്നിവയ്ക്ക് കൂടുതൽ ആക്രമണാത്മകമായ വായ്പ നൽകാൻ ബാങ്കുകൾക്ക് സാധിക്കും.